പല ആളുകളും ചെറുതേനീച്ച കൃഷി തുടങ്ങി വെക്കാറുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേരും പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കുന്നത് ചില സിമ്പിൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറുതേനീച്ച കൃഷി അഥവാ മെലിപോണിക്കൾച്ചർ എന്നത് ഇന്ന് വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ്. വെറും 2 പെട്ടി കൊണ്ട് വീടിൻ്റെ ബാൽക്കണിയിലോ വീട്ടുവളപ്പിലോ തുടങ്ങാവുന്ന ഈ കൃഷിക്ക് ഇന്ന് വിപണിയിൽ വളരെ വലിയ ഡിമാൻഡുണ്ട്. എന്തുകൊണ്ട് ഇത് ചെയ്യണം, ഇതിലെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ മറ്റ് തേനീച്ചകളെ പോലെ ഈ ചെറുതേനീച്ചകൾ നമ്മളെ കുത്തി ദ്രോഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ മറ്റ് തേനീച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ചെറുതേനീച്ചയെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചെറുതേനീച്ചയുടെ തേനിന് ഔഷധമൂല്യം വളരെ കൂടുതലാണ് നമുക്കറിയാം. അതുപോലെ തന്നെ പരിചരണ മുറകളും വളരെ കുറവാണ്. നമുക്ക് ചെറുതേനീച്ചയുടെ കൃഷി എങ്ങനെ ആരംഭിക്കാം നോക്കാം. ചെറുതേനീച്ചയുടെ കോളനികൾ നമുക്ക് അംഗീകൃത നഴ്സറികളിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ കർഷകരിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ചെറുതേനീച്ച കൃഷി ചെയ്യുന്നവരുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുമെന്ന് കരുതുകയാണ്. കേരളത്തിൽ നമ്മുടെ കാലാവസ്ഥയിൽ തടി കൊണ്ടുള്ള പെട്ടികളിൽ കൂടൊരുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നേരിട്ട് വെയിലും മഴയും ഏൽക്കാത്ത തണലുള്ള ഇടങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ചെറുതേനീച്ചകൾക്ക് അധികം ദൂരം പറന്ന് സഞ്ചരിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിനൊരു 500 മീറ്റർ ചുറ്റളവിൽ നിന്ന് അവർക്ക് പൂമ്പൊടിയും തേനുമൊക്കെ സംഭരിക്കുന്നതിനുള്ള ശേഖരിക്കുന്നതിനുള്ള ചെടികളും പൂവുകളൊക്കെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. തേനീച്ചകൾ അവയുടെ പെട്ടി ഉപേക്ഷിച്ച് പോകുന്നത് തേനീച്ച കർഷകർ പലരും നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയും പ്രശ്നവുമാണ്. ഇത് തടയാൻ നമ്മൾ കുറച്ച് പരിചരണ മുറകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരമാവധി നമ്മുടെ തേനീച്ചക്കൂടിൻ്റെ പരിസര പ്രദേശങ്ങളിലായിട്ട് പൂക്കളുണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പച്ചക്കറികളോ മറ്റ് ചെറിയ പൂന്തോട്ടങ്ങളൊക്കെ ഒരുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏത് സമയവും ചെറിയ തോതിലെങ്കിലും തേൻ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സ്റ്റാൻഡിലാണ് ചെറുതേനീച്ചയുടെ കൂട് വെക്കുന്നതെങ്കിൽ ഉറുമ്പ് പോലുള്ളവ കയറാതിരിക്കാൻ വേണ്ടി വെള്ളമോ കരിയോല പോലുള്ളത് ഒഴിച്ച് പാത്രത്തിൽ സ്റ്റാൻഡിൻ്റെ കാലിൽ സ്ഥാപിക്കുന്നത് അതിനൊരു പരിഹാരമാണ്. നമ്മൾ ചെറുതേനീച്ചയുടെ കൂട് കയറിലാണ് തൂക്കിയിടുന്നതെങ്കിൽ ഗ്രീസ് മുതലായവ കയറിൽ പുരട്ടുകയോ അല്ലെങ്കിൽ ഗ്രീസ് ഉപയോഗിച്ച തുണി കയറിൽ കെട്ടിവെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറുമ്പ് കയറിലൂടെ കയറി കൂട്ടിൽ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തേനീച്ചയുടെ കൂട് കൈകാര്യം ചെയ്യുമ്പോൾ വിയർപ്പുള്ള കൈകളോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണം കഴിച്ച കൈയോ അതുപോലെ തന്നെ വൃത്തിഹീനമായ രീതിയിൽ നമ്മൾ കൈ ഉപയോഗിക്കാതിരിക്കുക. ആ കൈ തൊട്ട് കഴിഞ്ഞാൽ വിയർപ്പോ മറ്റായതോ അല്ലെങ്കിൽ മറ്റ് അവശിഷ്ടങ്ങളോ കയ്യിലുണ്ടായിട്ട് അതുകൊണ്ട് കൂട് നമ്മൾ പരിചരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫംഗസ് വന്ന് കൂട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആദ്യമായിട്ട് കൃഷി ചെയ്ത് തുടങ്ങുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ് കൂട് ഇടയ്ക്കിടെ തുറന്ന് നോക്കുക എന്നുള്ളത്. അത് പരമാവധി ഒഴിവാക്കുക. ഒരു 3-4 മാസം കൂടുമ്പോൾ വല്ലപ്പോഴും നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളൊരു വർഷം പൂർത്തീകരിച്ചതിന് ശേഷം അതിൻ്റെ വിളവെടുപ്പ് സമയത്ത് മാത്രം കൂട് തുറക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ കൂട് സ്പ്ലിറ്റ് ചെയ്ത് കൂട് വിഭജിച്ച് അതിൻ്റെ റാണിമുട്ടയോടുകൂടി അല്ലെങ്കിൽ റാണി ഈച്ചയോടുകൂടി കൂടിനെ നമ്മൾ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റുകയും 2 കൂടുകളിലും റാണി മുട്ടയോ അല്ലെങ്കിൽ റാണി ഈച്ചയോ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും കൂടി വേണ്ട. വർഷത്തിലൊരിക്കലും നമ്മുടെ തേനീച്ചക്കൂട്ടിൽ നിന്ന് ആ തേനീച്ചക്കൂടിനെ വിഭജിച്ച് 2 കൂടുകളാക്കി നമുക്ക് മാറ്റാൻ പറ്റും. പുതിയ തേനീച്ചക്കൂട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നിലവിലുള്ള തേനീച്ചക്കൂട്ടിൽ നിന്ന് റാണി മുട്ടകളോ അല്ലെങ്കിൽ റാണി തേനീച്ചയോ ആ സ്പ്ലിറ്റ് ചെയ്യുന്ന കൂട്ടിലും കൂടി ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. റാണി തേനീച്ചയുടെ മുട്ട മറ്റ് അതിൻ്റെ കൂടെയുള്ള മുട്ടകളിൽ നിന്ന് വ്യത്യസ്തമായി വലിപ്പം സാധാരണ മുട്ടയിൽ നിന്ന് ഇരട്ടി വലിപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ 2 കൂട്ടിലും റാണി ഈച്ചയോ അല്ലെങ്കിൽ റാണിയുടെ റാണിയുടെ മുട്ടയോ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയും കൂടി വേണം. യുടെ വലിപ്പം നമ്മൾ സാധാരണ ചെറുതേനീച്ചയുടെ വലുപ്പത്തിൽ നിന്ന് അതിൻ്റെ ഏകദേശം ഇരട്ടിയോളം വലുപ്പത്തിൽ നമുക്ക് കൃത്യമായിട്ട് വ്യത്യാസം മനസ്സിലാകത്തക്ക രീതിയിൽ നമുക്ക് വ്യക്തമാകുന്നതാണ്. അത്തരത്തിൽ നമ്മൾ റാണി തേനീച്ചയോ അല്ലെങ്കിൽ റാണി തേനീച്ചയുടെ എഗ്ഗോ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം നമ്മൾ കോളനി വിഭജിക്കാനായിട്ട്.
കുറഞ്ഞ ചെലവിൽ കാര്യമായ പരിചരണ മുറകളില്ലാതെ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഒരുപോലെ ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ് ഈ ചെറുതേനീച്ചയുടെ കൃഷി എന്നത്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. കോളനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പുതിയ കോളനികൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പുതിയ കൃഷി അറിവുകൾക്കായി വേരും തളിരും എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.